Hey guys, I'm Brandon. Yes. നമ്മുടെ സൂര്യ നായകനാവുന്ന കാർത്തിക് സുബ്രാജ് പടം മെട്രോ ആ പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കാർത്തിക് സുബ്രാജ് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ അൽഫോൻസ് പുത്രൻ, നമ്മുടെ പ്രേമ സിനിമയുടെ ഒക്കെ ഡയറക്ടർ അൽഫോൻസ് പുത്രനാണ് ട്രെയിലർ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു സംഭവം ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോസ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം വെൽക്കം വെൽക്കം. 10 നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. അതുവരേക്കും ഒരു ഷോ ഓട്ടിയാ. ഷോ ഓട്ടില്ല മാടേ. ഓട്ടാ ഓട്ടാ. போர் கொடுக்கிற போதை இருக்கே, போய் இந்த ரத்தம் சண்டை போய் திடீர்னு பீஸ் டெமோக்ரஸி எல்லாத்தையும் விட்டுட்டு வீட்டுல உட்காந்துட்டு தின்னுட்டு தூங்கிட்டே இருங்கண்ணா. சிரிச்சிட்டேன், எதுவுமே சரியாவல. அடிதடி, கட்ட பஞ்சாயத்து, ரத்த கலரி, ரவுடித்தனம் எல்லாத்தையும் ரவுடியோட விடுதேன். நான் இடப்பட்ட இந்த வாழ்க்கை அவளை கிட்டத்தட்ட ஒரு புத்தராகவும் எனக்கு கிட்டத்தட்ட ஒரு அரக்கனாகவும் மாத்திருச்சு. இந்த அடிதடி ரத்தம் எதுவும் என்ன விட்டு போகாது. நிறைய அலமிச்சிட்ட பாரு. இவ்வளவுதான். எப்போ வருவான்? சிறப்பான தரமான சம்பவம்லாம் இனி பாப்பீங்கடா. மனுஷன் எல்லாரும் பல்சையும் பிடிச்சிட்டான். இன்னும் என்னென்ன ஆட்டம் ஆட போறானோ. നാളെ ഊരേ കൈകൊട്ടി தட்ன பொழந்துரும். தட்ன பொழந்துருச்சு. தட்ன பொழந்துரும். தட்ன பொழந்துருச்சு. உண்மையான போர் வரணும்னு தான் காத்திருக்கோம். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தன். அன்பும் அவனே, டாடி இஸ் கமிங் டவுன். എന്തിഷ്ടം പറയണ്ടത് എനിക്ക് ഐഡിയ ഇട്ടല്ലേ. ഇതിൽ ട്രെയിലറിൽ പറയുന്നത് സൂര്യ സിറപ്പാണ്, തരമാണ് സംഭവമാണ്. ഇനി വേദപ്പാക്കം അത്ര ഉള്ളു, വേറൊന്നും പറയാനില്ല. അൽഫോൻസ് പുത്രൻ്റെ മാതിരി കട്ട് എൻ്റെ പൊന്നെ വൻ കാസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ പടം വരുന്നത്. ഇപ്പം സൂര്യ, പിന്നെ പൂജാരിച്ച്, ജയറാം, ജോർജ് അങ്ങനെ വൻ കാസ്റ്റാണ് പടത്തിൽ. പിന്നെ കാർത്തിക് സുബ്രാജിന്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പുള്ളിക്കാരുടെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഏതാ, ജിഗർദണ്ഡ ഡബ്ലക്സ്, പിന്നെ പിസ, പിന്നെ ഏതാ പേട്ട. ഈശോ, ഇമാതിരി പടങ്ങളുടെ ഡയറക്ടറാണ് കാർത്തിക് സുബ്രാജ്. പുള്ളിക്കാരൻ്റെ പടം ആണ് റിട്രോ എന്ന പേരിൽ വരാൻ പോകുന്നത്. അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഫുള്ളി ആക്ഷൻ പടമല്ല, ലവ് ഫോർ വാർ മീൻസ് ഒരു റൊമാൻറ്റിക് ആക്ഷൻ മൂവിയാണ്. ആക്ഷൻ കുറവാണ്, റൊമാൻസ് ആണ് കൂടുതലെന്നാണ് പറഞ്ഞിട്ടുള്ള ആള്. അപ്പോൾ ആ ഒരു ബേസിൽ പോയിട്ട് സിനിമ കാണാന്ന് വെച്ചാൽ അടിപൊളി ട്രീറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സൂര്യയുടെ കങ്കുവയ്ക്ക് ശേഷം വരുന്നൊരു പടമാണ്. കങ്കുവ അത്രയ്ക്ക് ഇതായില്ലെങ്കിലും പക്ഷെ ഇതിൽ അന്യായ തിരിച്ചൊരു പുള്ളിക്കാരൻ്റെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ജയറാം നല്ലൊരു കൊമേഡിയൻ റോളാണെന്നുണ്ട് പുള്ളിക്കാരൻ ചെയ്യണത്. അതായത് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആളെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമല്ലോ. പിന്നെ ജോർജ് പൂജാരിച്ച് ആളുടെ ടിപ്പിക്കൽ ആക്ട്രസ് റോളുകളിൽ നിന്ന് മാറി വേറൊരു റോളാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ.
അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ട്രെയിലർ കട്ട് ഞാൻ പറഞ്ഞല്ലോ, അൽഫോൻസ് പുത്രൻ, സെഞ്ച. പിന്നെ മ്യൂസിക് സന്തോഷ് നാരായണൻ. പാട്ടുകളൊക്കെ അമ്മമാര് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കനിമ അറിയാലോ. പിന്നെ അത് മാത്രമല്ല, ഈ ട്രെയിലറിൽ തന്നെ അവസാനത്തെ പോർഷനിൽ ആ കനിമയുടെ ബീറ്റ് കേട്ടിട്ടിട്ട് അമ്മമാര് കട്ടാണ് അൽഫോൻസ് പുത്രൻ ചെയ്തിട്ടുള്ളത്. അടിപൊളി ട്രീറ്റ് ആയിരിക്കും ഫാൻസിന്, പിന്നെ ഫുൾ ഓഡിയൻസിനും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് പടം, നല്ല രീതിക്ക് തന്നെ വരട്ടെ. പിന്നെ എനിക്ക് തോന്നുന്നത് സൂര്യയുടെ ഇൻട്രോ എന്ന് പറയുന്നത് ആ റെഡ് കളറുള്ള കോസ്റ്റ്യൂമില് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇൻട്രോ എനിക്ക് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാവാൻ സാധ്യതയുണ്ട്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഏതാവട്ടെ, പടം എന്തായാലും അന്യായ പടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാർത്തിക് സുബ്രാജിൻ്റെ ചിത്രസംഘ ഡബിൾ എക്സിന് ശേഷം വരുന്ന സിനിമയാണ് റിട്രോ. അപ്പം പടത്തിൻ്റെ പോസ്റ്ററും പിന്നെ ഒരു ഫസ്റ്റ് തന്നെ ഒരു ഗ്ലിംസ് പോലെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് പാൻ ഇട്ടിട്ട് സൂര്യ ഇങ്ങനെ സിഗ് വലിച്ച് വരുന്നത്. അതന്നെ അമ്മാരി സാധനമാണ്. പടത്തിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഇനി ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.